Hello friends, good morning. I am Archa Vasudev here. Today I'm gonna start something which I have been thinking about from a long back. Yes, vlogging. So, welcome to my YouTube channel. Here starts my journey to be a part of the world's largest human gathering till date. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലായല്ലോ? യെസ്, പ്രയാഗ്രാജിലെ മഹാകുംഭ് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഇവൻ്റാണിത്. സോ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഫോർ അസ് ആൻഡ് ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ് ടു അറ്റൻഡ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. സോ ഐ ടുക്ക് എ ഫ്ലൈറ്റ് ഫ്രം ദെയർ ടു ഡൽഹി. പിന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മെട്രോ കണക്ടിവിറ്റി അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ മെട്രോ കിട്ടും. സോ ഞാൻ അവിടെ നിന്ന് മെട്രോ എടുത്ത് ഹരിയാനയിലുള്ള എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആടിപ്പാടി ഉല്ലസിച്ച് റിലാക്സ്ഡ് ആയിട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഡൽഹി ടു പ്രയാഗ്രാജ് ഞാൻ ബൈ റോഡ് ഒരു ടാക്സി ഹയർ ചെയ്തിട്ടാണ് പോകുന്നത്. ട്രെയിൻ എന്തായാലും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വാർത്തയിലൊക്കെ കണ്ട പോലെ റഷും അപകടങ്ങളൊക്കെ കാരണം. പ്രയാഗ്രാജിലേക്കുള്ള ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഓവർ ബുക്ക്ഡ് ആയിരുന്നു. ദെൻ ബൈ റോഡ് വാസ് ദ ഒൺലി ഓപ്ഷൻ. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് പിന്നീട് എനിക്ക് തോന്നിയത്. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല സൺറൈസ് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. യൂഷ്വലി ഒരു 9 to 10 hours ഡൽഹി ടു പ്രയാഗ്രാജ് ബൈ റോഡ് എടുക്കുന്നത്. ബട്ട് ദെൻ ഇങ്ങനെ ഇടയ്ക്ക് നിർത്തി റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോയതുകൊണ്ട് തന്നെ ഇറ്റ് ടുക്ക് ലൈക്ക് 11 to 12 hours ടു റീച്ച്. ബട്ട് ദെൻ റോഡ് ട്രിപ്പ് അടിപൊളിയായിരുന്നു, ഭയങ്കര സേഫായിരുന്നു, കുംഭമേളയുടെ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ധാബയിലൊക്കെ നിർത്തി ഇങ്ങനെ ധാബ ഫുഡൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധാബ ഫുഡ്സ്. പിന്നെ കഫേയിലൊക്കെ കയറി റിലാക്സ്ഡ് ആയിട്ട് ഒരു സന്ധ്യ ആയപ്പോഴേക്കും ഞാൻ പ്രയാഗ്രാജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഭയങ്കരമായൊരു ട്രാഫിക്കൊന്നും തോന്നിയില്ല. ശിവരാത്രിയുടെ തലേന്നാണ്, കുംഭമേള തീരാറായി, എന്നിട്ട് പോലും ഒരു മൂവിങ് ട്രാഫിക്കേ ഉണ്ടായിരുന്നുള്ളൂ. കിലോമീറ്ററുകളോളം ഒന്നും നടക്കേണ്ടി വന്നില്ല ഭാഗ്യത്തിന്. മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് നമ്മുടെ കാര്യത്തിന് പോകാൻ പറ്റി. പിന്നെ പാർക്കിങ്ങിൽ നിന്ന് മാത്രം ഇങ്ങനെ ഷെയർ ഓട്ടോസ് കിട്ടും. ഇവരിതിനെ ടുക് ടുക് എന്നാണ് തോന്നുന്നു പറയുന്നത്, പക്ഷേ ഞാനിതിനെ സ്നേഹത്തോടെ ടുട്ടു എന്ന് വിളിക്കും. അപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരം നമുക്കിങ്ങനെ ടുട്ടുവിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമായിരുന്നു എൻ്റെ കാറിൻ്റെ ഡ്രൈവർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പൊടിയാണ് പാർക്കിങ്ങിൽ കണ്ടത്. അപ്പോൾ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ മാസ്ക് ഒക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റായിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടുട്ടൂർ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പോകണം. ബാക്കി നമ്മളിങ്ങനെ നടന്നാണ് ഓരോ സെക്ടേഴ്സും കാണുന്നത്. ഈ ടുട്ടൂലും ടൂ വീലറിലൊക്കെ ഭയങ്കരമായ ചാർജിൽ ആൾക്കാരെ തിക്കി നിറച്ച് ഡേഞ്ചറസ് ആയിട്ട് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു ഗവൺമെൻറ്റിനെന്ന് എനിക്ക് തോന്നി. ബാക്കി ഇങ്ങനെ നടന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, പ്രയാഗ്രാജ് മഹാകുംഭ് 2025 ഞാൻ ആഗ്രഹിച്ച പോലെ അങ്ങനെ അതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എല്ലാ സെക്ടേഴ്സും ഇങ്ങനെ നടന്ന് കാണുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തറയിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാം മന്ദിറിൻ്റെ എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ രാം മന്ദിറിൻ്റെ ഒരു മോഡല്, പിന്നെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ ഫുഡ് സ്റ്റോൾസ്, ഷോപ്പിംഗ് സ്റ്റോൾസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഈ കാണുന്ന പോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഞാനിങ്ങനെ കവർ ചെയ്തു ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല തിരക്ക് വരാൻ തുടങ്ങി. കാര്യം 3 മണിയോടെയാണ് ശിവരാത്രിയുടെ ഷഹീ സ്നാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സും ആൾക്കാരൊക്കെ തീ കായുന്നുണ്ടാവും. എവിടെ വേണമെങ്കിലും നമുക്കും തീ കായാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരുടെ കച്ചവടങ്ങളും ഒക്കെ കണ്ട് വീണ്ടും ഓരോ സെക്ടേഴ്സ് കവർ ചെയ്ത് വന്നു. അഘോരീസിൻ്റെ അഗഡാസിൽ വെളുപ്പിനത്തെ പൂജാസ് ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. പിന്നെ പലരും ത്രിവേണി സംഗമം വരെ പോവാതെ ഈ സൈഡിൽ നിന്ന് തന്നെ സ്നാനം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴേക്കും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി കുറച്ച് മണിക്കൂറൊന്ന് ഉറങ്ങാനാണ് പ്ലാൻ. അത് കഴിഞ്ഞ് വെട്ടമൊക്കെ വന്നിട്ട് വേണം ശിവരാത്രിയുടെ ഷഹീ സ്നാൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാലത്തിൽ നിന്നുള്ള വ്യൂ ആണിത്. എത്ര ഏക്കറിലാണെന്നറിയോ ഈ മഹാകുംഭമേളയുടെ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റ്സൊക്കെ. ഗവൺമെൻറ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, പബ്ലിക് ചേഞ്ചിങ് റൂംസ് ആയിക്കോട്ടെ ഒക്കെ ലക്ഷക്കണക്കിനുണ്ട്. ബട്ട് ദെൻ അവിടുത്തെ ആൾക്കാരുടെ സിവിക് ക്വാളിറ്റീസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ പബ്ലിക് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്ന രീതി ആയാലും ഹൈജീൻ ആയാലും ഒക്കെ വളരെ മോശമാണ്. നമുക്ക് ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും നോക്കാനേ പറ്റില്ല.
അവിടെ നമുക്ക് ടെൻറ്റുകളുണ്ടാവും, അപ്പോൾ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഈ വാഷ്റൂം ഫെസിലിറ്റീസിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല. അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഞാൻ ഷഹീ സ്നാനിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ബോട്ട് ക്ലബിൻ്റെ അവിടെ 2-3 ഏരിയാസിൽ VIP സെക്ഷൻസ് ഉണ്ട്. അതാകുമ്പോൾ വലിയ റഷ് ഉണ്ടാവത്തില്ല. പക്ഷേ ബോട്ട്സിനൊക്കെ സാധാരണ ഏരിയനെ അപേക്ഷിച്ച് ഇവിടെ VIP ഏരിയയിൽ ചാർജ് കൂടുതലാണ്. കുറേ ബാർഗെയിൻ ചെയ്ത് എനിക്ക് പെർ പേഴ്സൺ ഒരു 2000 റേറ്റിന് ഒരു ബോട്ട് കിട്ടി VIP ഏരിയയിൽ നിന്ന്. എന്നിട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ഷൂവിൻ്റെ മോഡലിലുള്ള മുകളിൽ റെയിൽവേ പാളമാണ്. പിന്നെ ഇത് ഹെലിപാഡൊക്കെ നിർത്തി. ഇതൊക്കെ ഒരു VIP സെക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ബോട്ട് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ മഹാകുംഭമേളയുടെ സമയത്ത് മാത്രം കുറച്ച് പക്ഷികൾ വരും. അതിന് കൊടുക്കാനുള്ള തീറ്റകളാണ് ഇങ്ങനെ സൈഡിൽ കൊണ്ടുവരുന്നത്. ഇത് അലഹബാദ് ഫോർട്ടാണ്. ഇതെല്ലാം കണ്ട് ത്രിവേണി സംഗമത്തിലെത്തി വിശാലമായിട്ട് സ്നാനം ചെയ്തു, പൂജ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ കുറേ ഓർമ്മകളുമായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ ശിവരാത്രിയുടെ അന്ന് സ്നാനമെല്ലാം കഴിഞ്ഞൊരു വൈകുന്നേരമാണ് തിരിച്ചത്. പിറ്റേന്നൊരു ഉച്ചയോടെ തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദൂരം. ഞാനാണെങ്കിൽ പൊടിയും ടാനൊക്കെ അടിച്ചിട്ടൊരു പരുവായിട്ടുണ്ട്. കാര്യം എൻ്റെ സ്കിന്നും ഭയങ്കര സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ അലർജി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ തുമ്മലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡൽഹി എത്തി. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു ഡ്രൈവറായിരുന്നു, എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നൈനിറ്റാളിലേക്കാണ് അടുത്ത ട്രിപ്പ്. അപ്പോൾ അതിന് മുമ്പ് ഡ്രൈവറോട് യാത്രയെല്ലാം പറഞ്ഞ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സ് ചെയ്യാൻ പറ്റിയാലിടാം. ഇനി ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് രാത്രിയിലാണ് എനിക്ക് നൈനിറ്റാളിലേക്ക് ബസ് ഉള്ളത് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അടുത്ത് നമുക്ക് നൈനിറ്റാൾ വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.